ഡോക്യുമെന്റ്സിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കേരളത്തിന് ലഭ്യമായിട്ടുള്ള സാമ്പത്തിക വിഹിതത്തെ സംബന്ധിച്ചും അനുബന്ധ ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി വിലയിരുത്താൻ കഴിയൂ. പക്ഷേ ലഭ്യമായ വിവരമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള കനത്ത അവഗണനയും അതുപോലെ നിഷേധാത്മകമായിട്ടുള്ള നിലപാടുമാണ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി സ്ഥാപനങ്ങളും സംരംഭങ്ങളും ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊക്കെ തന്നെ കണ്ടത് ബീഹാർ സംസ്ഥാനവും ആസാം സംസ്ഥാനം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ 2024 ജൂലൈ മാസത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ആന്ധ്രയുമായി ബന്ധപ്പെട്ട താൽപര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ബീഹാർ പൊതു ബഡ്ജറ്റ് വരാനിരിക്കുന്ന ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് തന്നെ ബഡ്ജറ്റിന്റെ ശോഭയെ കെടുത്തുന്നതാണ്. അത് സങ്കുചിതമായ ഇലക്ടറൽ തെരഞ്ഞെടുപ്പ് താൽപര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് BJP ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു കാര്യം ഞാൻ സമ്മതിക്കാൻ ആഗ്രഹിക്കുന്നു. മധ്യവർഗ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 7 ലക്ഷം രൂപയിൽ നിന്ന് ആദായ നികുതിയുടെ പരിധി 12 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു എന്നുള്ളത് മധ്യവർഗ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സാലറീഡ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്നാൽ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളെ സംബന്ധിച്ച് ഇത്രയേറെ കൃഷിക്കാർ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ കാർഷികോൽപ്പന്നങ്ങളുടെ മിനിമം സപ്പോർട്ട് പ്രൈസിനെ സംബന്ധിച്ചോ അതുപോലെ മൻരേഗയുടെ വേതന വർധനവിനെ സംബന്ധിച്ചോ അംഗൻവാടി ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ലോവർ മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചോ ഒന്നും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനവും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ സാലറീഡ് മിഡിൽ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി പരിധി ഒഴിവാക്കിയതോടുകൂടി ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക്, സാലറീഡ് ക്ലാസ്സിലുള്ള ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്ന വസ്തുത അംഗീകരിക്കുമ്പോൾ തന്നെ വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ക്രിയാത്മകമായ പദ്ധതികളോ പരിപാടികളോ ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, കേന്ദ്ര ഗവൺമെന്റ് തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ കുറഞ്ഞു. 3.2% കുറഞ്ഞു. 6% നിന്ന് 3.2% കുറഞ്ഞു എന്ന് സാമ്പത്തിക സർവേയിൽ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സാമ്പത്തിക വളർച്ച അതിനനുരോധമായി ഉണ്ടാകുന്നില്ല. തൊഴിലില്ലായ്മ നിരക്ക് കുറയുകയും തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ആ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ച 7% നിന്ന് താഴെയായി 6.4% കുത്തനെ കുറയുകയാണ് ചെയ്യുന്നത്. ഇതും ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമിതമായ നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണെങ്കിൽ പോലും രാജ്യത്തിന്റെ ദീർഘകാല വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള താൽപര്യങ്ങൾ സംരക്ഷിക്കാനും പ്രൊമോട്ട് ചെയ്യാനും ഉതകുന്ന പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. പയർവർഗ്ഗങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഒഴികെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കേരളമടക്കമുള്ള തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പദ്ധതിയും ഒരു നൂതന സംരംഭവും ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അത് ആവർത്തിച്ച് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.